ചെയർമാൻമാരായിട്ടുള്ള സെബു, അതുപോലെ ഷമീർ, റീന പെട്ടമണ്ണ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നല്ലവരായ ജനപ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരുടെ സുഹൃത്തുക്കളെ, വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് നമുക്ക് ഈ വേദിയുടെ ഭാഗത്ത് നിന്ന് ഈ വികസന സെമിനാറിലേക്ക് ഇതിനകം സംസാരിച്ച ആളുകളിൽ നിന്ന് ലഭിച്ചത്. സദസ്സിൽ നിന്ന് ഇനി നമുക്ക് ഇത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി കുറേ കൂടി നിർദ്ദേശങ്ങൾ അനിവാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു ചടങ്ങാണ് വികസന സെമിനാർ എന്നുള്ളത് നമുക്കറിയാം. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് വർക്കിംഗ് ഗ്രൂപ്പ് കൂടി അന്തിമ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണസമിതി ചേരുകയും 2026-27 വർഷത്തെ പദ്ധതിയുടെ അന്തിമ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കോടികളാണ് ഇപ്പോൾ പഞ്ചായത്തുകളുടെ പദ്ധതി രൂപീകരണത്തിന് വേണ്ടി ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 10-30 വർഷക്കാലമായി 1995-ലാണ് ഈ ഒരു സംവിധാനം നിലവിൽ വന്നത്. ഈ സംവിധാനം നിലവിൽ വന്നതിന് ശേഷം വിവിധ ഘട്ടങ്ങളിൽ താഴെക്കോട് പഞ്ചായത്തിൻ്റെ പദ്ധതി രൂപീകരണമായി ബന്ധപ്പെട്ട ആളുകളാണ് എനിക്ക് മുമ്പിലിരിക്കുന്ന ആളുകൾ. എന്താണ് ജനകീയാസൂത്രണം, എന്താണ് ഈ പഞ്ചായത്ത് രാജ് സംവിധാനം എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട, അല്ലെങ്കിൽ പറഞ്ഞത് കേൾക്കേണ്ട ആളുകൾ നമ്മളല്ലായിരുന്നു. കുറേ കൂടി ചെറുപ്പക്കാരായിട്ടുള്ള പുതിയ തലമുറയായിരുന്നു. പക്ഷേ നമുക്ക് ഒരു കാര്യത്തിനും പുതിയ തലമുറയെ ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ കിട്ടാറില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു സംവിധാനം നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തിയത് 10-30 വർഷങ്ങളായിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് പഞ്ചായത്തുണ്ട്, ഫണ്ടില്ല, അധികാരങ്ങളില്ല, ആ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, മാറ്റങ്ങൾ വന്നു. അപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഫണ്ട് വെച്ചിട്ട് പ്രാദേശികമായിട്ട് വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരവും നമുക്ക് കൈവന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഭാഗങ്ങളിലൊക്കെ ഗ്രാമീണ റോഡുകൾ വന്നത്. ആരോഗ്യരംഗത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചത്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിച്ചത്. അത് കാർഷിക മേഖലയിലാണെങ്കിലും വ്യാവസായിക മേഖലയിലാണെങ്കിലും സ്ത്രീ സുരക്ഷാ മേഖലയിലാണെങ്കിലും സാമൂഹ്യ നീതി മേഖലയിലാണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള ഇടപെടൽ കൊണ്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വീടില്ലാത്ത ഒരുപാട് ആളുകൾക്ക് വീട് നൽകാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളം കിട്ടാത്ത ആളുകൾക്ക്, ഇല്ലാത്ത ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ ചെറുകിട പദ്ധതികൾ വെച്ച് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അംഗൻവാടികളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെയുള്ള അവിടെ വരുന്ന പെൺകുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ആവശ്യമായിട്ടുള്ള ചികിത്സയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് ഈ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ അധികാരം നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരുപാട് ഘട്ടങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. പ്രവാസികൾക്കായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോയിട്ടുണ്ട്. അവരുടെ സമ്പത്താണ്, ഒരുപക്ഷെ ഗൾഫ് നാടുകളുടെ സമ്പത്താണ് നമ്മെ ഈ രൂപത്തിൽ ഇന്ന് കാണുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞാൽ അതായിരിക്കും യാഥാർത്ഥ്യം. അവരയക്കുന്ന പണം ഇവിടെ നമ്മൾ ചെലവഴിക്കുമ്പോഴാണ് നമുക്ക് അത് ഫലപ്രദമായിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു വികസനമായിട്ട് മാറ്റിയെടുക്കാൻ പലപ്പോഴും സാധിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അത്തരം ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരെ ഒന്ന് കൃത്യമായിട്ട് പരിഗണിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനം ഇവിടെ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ, തെന്നല പഞ്ചായത്തിൽ പ്രവാസികൾക്ക് വേണ്ടി അവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കാൻ വേണ്ടി ഒരു ഓൺലൈനായിട്ട് ഒരു ഗ്രാമസംഘം സംഘടിപ്പിക്കുകയുണ്ടായി. പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായ ആ വിഷയങ്ങൾ. അപ്പം നമുക്കും അടുത്ത പഞ്ചായത്തിൻ്റെ പദ്ധതി രേഖ അംഗീകരിക്കുന്ന ബോർഡ് മീറ്റിങ്ങിൻ്റെ മുമ്പ് അത്തരത്തിലുള്ളൊരു മീറ്റിംഗ് വിളിച്ചു ചേർക്കണം. പ്രവാസി സഭ എന്നുള്ള നിലക്ക് ഒരു മീറ്റിംഗ് ഓൺലൈനായിട്ട് വിളിച്ചു ചേർക്കുകയും വിദേശത്തുള്ള ആളുകൾക്കൊക്കെ ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ പറ്റും. ആ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് സാധ്യമായ രൂപത്തിലുള്ള പദ്ധതികൾക്ക് രൂപം നൽകുകയും ചെയ്യാൻ സാധിക്കും എന്നാണ്. തീർച്ചയായിട്ടും ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള പ്രൊജക്റ്റായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വിദ്യാഭ്യാസ മേഖലയിലൂടെ MLA സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് നമ്മുടെ MLA. നമുക്കറിയാം, റീന ടീച്ചർ പ്രസിഡന്റായ സമയത്തും ഞാൻ പ്രസിഡന്റായ സമയത്തുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്.
ഇവിടെ തന്നെ എനിക്ക് മുമ്പിലിരിക്കുന്ന കുറേ ആളുകൾ ആ കാലത്ത് പരീക്ഷ എഴുതിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൻ്റെ തുല്യതാ പരീക്ഷ എഴുതി 600ഓളം ആളുകൾ പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത് 585 ആളുകളും ഒറ്റയടിക്ക് പരീക്ഷ എഴുതിയത് കേരളത്തിൽ മറ്റൊരു പഞ്ചായത്തും ഉണ്ടായിട്ടില്ല. അവരെല്ലാവരും ജയിച്ചു എന്നുള്ളതാണ്. ആരായിരുന്നത്? ഉമ്മമാർ, വല്യമ്മമാർ, പ്രായം ചെന്ന ആളുകൾ. ആ രൂപത്തിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ പരിപാടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 7ാം ക്ലാസ് തൊട്ട് തന്നെ IAS കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. വിജയരഥം എന്ന പരിപാടി, ജാലകം എന്നുള്ള നിലക്കാണ് ഈ പരിപാടി നടത്തിയത്. 10ാം ക്ലാസ് പരീക്ഷ. അതുപോലെ നമ്മൾ വിദ്യാദീപം എന്നുള്ള നിലക്ക് SC കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് സ്കൂൾ പഠനത്തിന് മുമ്പ് രാവിലെ 7 മണി തൊട്ട് SC കുട്ടികൾക്ക് പ്രത്യേക കോച്ചിങ് നമ്മൾ നൽകിയിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വരണം. ഫണ്ടിൻ്റെ ലഭ്യത കുറവുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന 400ഓളം വീടുകൾക്ക് ഫണ്ട് കൊടുക്കേണ്ടതുണ്ട്. അവന് പണി കഴിഞ്ഞ് അവർക്ക് പണം ലഭിക്കേണ്ടതുണ്ട്, കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല നമ്മൾ വലിയ തോതിൽ വീടുകൾക്ക് വേണ്ടി ഫണ്ട് മാറ്റിവെച്ചു കഴിഞ്ഞ വർഷം. അപ്പം അത് വരും വർഷങ്ങളിലാണ് ഏകദേശം 67 ലക്ഷം രൂപയോളം ഓരോ വർഷവും കട്ട് ചെയ്തിട്ടാണ് നമുക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി വീതത്തിൽ ഫണ്ട് ലഭിക്കുക. അങ്ങനെ 15 വർഷം നമ്മുടെ ഫണ്ട് 67 ലക്ഷം രൂപ വീതം ഓരോ വർഷവും ഈ വീടുകൾക്ക് വേണ്ടി ലോൺ എടുത്തതിലേക്ക് അടക്കാനുണ്ട് എന്നുള്ളതൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം വളരെ നല്ല കാഴ്ചപ്പാടുള്ള ആളുകളാണ് ഭരണസമിതിയിലുള്ളത്. പ്രത്യേക